നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചേ, മനുഷ്യന്റെ വില്ല് അതിനകത്ത് ദൈവം കൈ കടത്തത്തില്ല കേട്ടോ. മനുഷ്യന്റെ ഇച്ഛാശക്തിയിൽ ദൈവം കൈ കടത്തത്തില്ല. നിങ്ങൾക്ക് പഴം വേണമെങ്കിൽ പറിക്കാം, പറിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. ഒരു ചെറുക്കൻ കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കുക, ദൂത് കേൾക്കാൻ ഒരു പ്രവാചകന്റെ അടുത്ത് ചെന്നു. പ്രവാചകന്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പ്രവാചകൻ കണ്ണടച്ച് പറഞ്ഞു, ഇപ്പം നിനക്ക് വന്ന ആ ആലോചന, ഇപ്പം നിലവിലുള്ള ആലോചന ദൈവഹിതമല്ല എന്ന് പറഞ്ഞു. പുള്ളി ഒന്നും മിണ്ടിയില്ല, സ്വോത്രകാഴ്ചയും കൊടുത്തിട്ട് പാസ്റ്ററുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, ആ പ്രവാചകന്റെ ദൂത് എന്തോ ഒരു കുഴപ്പമുണ്ട്. രണ്ടാമതൊരു പ്രവാചകന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നു. ആ പ്രവാചകൻ പറഞ്ഞു, ഇപ്പം നിന്റെ മനസ്സിലിരിക്കുന്ന സാധനം കറക്റ്റ് ദൈവഹിതമോ കെട്ടിക്കോളാൻ പറഞ്ഞു. ഇതിലാര് പറഞ്ഞതാ ശരി? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവനൊരു പെങ്കുച്ചിനെ സ്നേഹിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് അറിയാൻ ആ പ്രവാചകന്റെ അടുത്ത് പോയത്. ആദ്യം പ്രവാചകൻ പറഞ്ഞത് ശരിയല്ല. അവൻ അതിൽ നിന്ന് മാറാൻ തയ്യാറാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു കെട്ടിക്കോളാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് അതിന്റെ പുറകെ വരും, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതിന്റെ പുറകെ പാണ്ടിലോറി പിടിച്ചുകൊണ്ട് വരും ചില സാധനം, കേറി വരും, ബാക്കി എല്ലാം അങ്ങ് അനുഭവിച്ചാൽ മതി. നടന്ന കാര്യമാണ്. ഇത് മനസ്സിൽ വെച്ചോണ്ട് പ്രവാചകന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പോയി ഒരു ചെറുക്കൻ. പ്രവാചകൻ ആദ്യം പറഞ്ഞത് കറക്റ്റ് ദൂത, പക്ഷെ അതിനെ വിടാൻ മനസ്സില്ല പുള്ളിക്ക്. ഇനി അതിന് തെളിവ് വേണോ? വേദോസ് തെളിവുണ്ട്. ബിലയാം ആദ്യം പോട്ടോന്ന് ചോദിച്ചു, ജനത്തെ ശപിക്കാൻ ബാലാക്ക് വന്ന് ചോദിച്ചപ്പം ബിലയാം ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, എന്റെ ജനത്തെ നിനക്കെവിടാടാ ശപിക്കാൻ അധികാരം, ഡോണ്ട് ഗോ. പക്ഷേ അധികം ധനം കൊണ്ടുവച്ച് നീട്ടിയപ്പം പ്രവാചകന്റെ കണ്ണൊന്ന് മങ്ങളിച്ചു. രാമീൻ പറ, കുറെയേറെ സ്വർണവും കുറെയേറെ വെള്ളിയും കുറെയേറെ രത്നങ്ങളൂടെ കൊണ്ട് പ്രവാചകന്റെ കാൽക്കൽ വെച്ച് രണ്ടാമത് വിളിച്ചപ്പം പ്രവാചകൻ ചോദിക്കും, ഞാനൊന്നും പോയിക്കോട്ടെ. എടാ, പൈസ കണ്ട മഞ്ഞളിക്കുന്ന കണ്ണല്ല നിന്റെ കണ്ണ്. കൈ അടിച്ച ദൈവത്തിന് ആമീൻ പറ. ആരെങ്കിലും ഒക്കെ ചിലത് വെച്ച് നീട്ടിയാൽ അതിനകത്ത് നീ ബന്ധിക്കപ്പെടുന്നവനല്ല. ഇന്ന് പകൽ ദൈവാത്മാ ചിലതിനോട് പറയുന്നു, ലോകത്തിന്റെ ഓഫറുകൾ വേണ്ട, മനുഷ്യന്റെ ഓഫറുകൾ വേണ്ട, എനിക്ക് ദൈവ ഇഷ്ടം മതി.